മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ദി ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ അവസാനിക്കേണ്ട വിവാദം വീണ്ടും ചർച്ച ചെയ്യുന്നത് സർക്കാരിനെ ബോധപൂർവം കരിവാരിത്തേക്കാനാണെന്ന് മന്ത്രിമാരും LDF നേതാക്കളും. അതേസമയം PR ഏജൻസിയെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ താൻ റിപ്പോർട്ട് തേടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? അത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യമല്ലേ. PR ഏജൻസീൻ്റെ ആവശ്യമില്ലല്ലോ. അത് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ്. UDFൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറെ പോലെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നു. അപ്പോൾ വളരെ ബോധപൂർവം എന്തിന് ഇങ്ങനെയൊരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് ഇന്നലെ പറഞ്ഞാണ്. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ കോഴിക്കോട്ട് ഒരു പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. കേരളത്തിന് മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കേരള ജനതയോടും ഇന്ത്യൻ ജനതയോടും സംസാരിക്കുന്നതിന് വേണ്ടി ഒരു PR ഏജൻസിയുടെ ആവശ്യമേ ഇല്ല. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ PR ഏജൻസിയുടെ സഹായത്തോടുകൂടി വളർന്നു വന്ന പാർട്ടിയല്ല. മുഖ്യമന്ത്രിക്ക് PR-ന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ നല്ല നന്നായിട്ട് PR ചെയ്യുന്നു. പക്ഷേ മറുപടിയിൽ അങ്ങനെ പറയുന്നത് PR ഏജൻസി എനിക്ക് തോന്നുന്നില്ല അതൊന്നുണ്ടാവില്ല. നിയമ നടപടി അവലേക്കാവുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ അല്ല, അത് ഗവൺമെന്റ് സംബന്ധിച്ച എല്ലാ നടപടികളും സ്വീകരിക്കുമല്ലോ. മുഖ്യമന്ത്രി എത്രയോ കാലമായി ഡൽഹിയിൽ പോകുന്നതാണ്, എത്ര പതിറ്റാണ്ടായിട്ട് പോകുന്നതാണ്. ഇതുവരെ ഏതെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും ഇന്റർവ്യൂ തരുമ്പോൾ മുഖ്യമന്ത്രി ഏതെങ്കിലും PR ഏജൻസിയിലൂടെയാണ് തരുന്നത്? മുഖ്യമന്ത്രി ഒരിക്കലും പരാമർശിക്കാൻ സാധ്യതയില്ലാത്ത വാചകങ്ങളാണ് അതിൽ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നത്. കേരളീയ ജനതയ്ക്ക് അറിയാവുന്ന പ്രഖ്യാപിത നിലപാടുകൾ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിലുണ്ട്. മുഖ്യമന്ത്രി പറയാതെയാണ് അവർ എഴുതി കൊടുത്തതെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, ആ ഏജൻസിക്കെതിരായിട്ട് കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ താൻ റിപ്പോർട്ട് തേടുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.